എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇത്തവണത്തെ ഗീതാ ക്ലാസ് സാഖ്യയോഗത്തിലെ 58, 59, 60 3 ശ്ലോകങ്ങളാണ് നമ്മൾ പറയുന്നത്. സ്ഥിതപ്രജ്ഞ ലക്ഷണം തന്നെയാണ് നമ്മൾ തുടരുന്നത്. കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, ഒരു ആമ അതിൻ്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കും അപകടങ്ങൾ വരുമ്പോൾ. അതുപോലെ നമ്മളും നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെ ഉൾവലിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഞാൻ ഇന്ദ്രിയങ്ങളെയെല്ലാം ഉൾവലിച്ചു, ഞാൻ ആവശ്യമില്ലാത്ത സുഖഭോഗങ്ങളുടെ ഒന്നും പുറകെ പോകുന്നില്ല, പ്രലോഭനങ്ങളുടെ ഒന്നും പുറകെ പോകുന്നില്ല, ഞാൻ എൻ്റെ കാര്യങ്ങളിലൊക്കെ മുഴുകാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് നാം മനസ്സുകൊണ്ട് അത്തരം പ്രലോഭനങ്ങളുടെ സുഖങ്ങളും കാര്യങ്ങളും എല്ലാം ചിന്തിച്ച് അതിലങ്ങനെ രമിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണെന്നും കൃഷ്ണൻ പറയുന്നുണ്ട്. കാരണം അത് പിന്നെ ഒരു ശീലമായി മാറും. പിന്നെ നമുക്കറിയാം, വളരെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്ന മനുഷ്യരുടെ പോലും മനസ്സിനെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശേഷി ഈ ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ ഒരു ഇന്ദ്രിയങ്ങളുടെ ഗെയിം നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് പറയാം, ഞാനൊരു ആമയാണ്. ഞാൻ എങ്ങനെയാണ് ഒരു ആമയാകുന്നത്? കാരണം എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ സമയത്ത് ഞാൻ ആവശ്യമില്ലാത്ത അനാവശ്യമായ പ്രലോഭനങ്ങളുടെ പുറകെ പോയാൽ അത് വലിയ അപകടമായി തീരും. എൻ്റെ ലക്ഷ്യങ്ങളൊന്നും ഈ ജീവിതത്തിൽ എനിക്ക് പൂർത്തീകരിക്കാൻ സാധ്യമല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ആമയാകുന്നു. എൻ്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ പിടിച്ച് വലിച്ച് നിയന്ത്രിച്ച് ഞാൻ അവയെ എൻ്റെ കൺട്രോളിലാക്കാൻ പോവുകയാണ്. നമുക്കതിന് ശേഷിയുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോവുകയാണെന്ന് വിചാരിക്കുക. ഇന്ദ്രിയങ്ങളെന്ന് വെച്ചാൽ പലതരം പ്രലോഭനങ്ങൾ. നമുക്കറിയാം, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഇതിനെല്ലാം ഓരോരോ വിഷയങ്ങളുണ്ട്, ഓരോരോ ആസക്തികളുണ്ട്, ഓരോരോ പ്രലോഭനങ്ങളുണ്ട് 5 ഇന്ദ്രിയങ്ങൾക്കും. അപ്പോൾ നമ്മളങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും പ്രലോഭനങ്ങളുടെ പുറകെ പോവുകയാണെങ്കിൽ പ്രലോഭനങ്ങളുടെ തന്നെ പല പല അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ മൊബൈലിലാണെങ്കിൽ നമ്മൾ കാണുന്ന, നമ്മൾ സെലക്ട് ചെയ്യുന്ന ടേസ്റ്റിലുള്ള ആ വീഡിയോസ് തന്നെ അതേ ജോണറിലുള്ളത് പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. അത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് പ്രലോഭനം തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു പ്രലോഭനത്തിൻ്റെ പുറകെ പോകും തോറും പുതിയ വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വരും. പുതിയ പുതിയ പ്രലോഭനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മനസ്സിങ്ങനെ ഓരോരോ പ്രലോഭനങ്ങളുടെയൊക്കെ പുറകെ പോകുമ്പം നമ്മളിൽ ബുദ്ധി എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ട്, വിവേകം എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി നമ്മളിലുണ്ട്. അതെവിടെയാണ് ആ സമയത്ത്? നമ്മുടെ മനസ്സിങ്ങനെ തോന്നിപ്പിടിക്ക് പോകുമ്പോൾ ഈ വിവേകം എന്ന് പറയുന്ന ഫാക്കൽറ്റി എന്ത് ചെയ്യുകയാണ്? നമ്മളതിനെ യൂസ് ചെയ്യുന്നില്ലേ? അത് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കതിനൊരു സൊല്യൂഷനുണ്ട്. നമ്മുടെ ബുദ്ധിയെ അല്ലെങ്കിൽ വിവേകത്തെ ഉപയോഗിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ പല ലക്ഷ്യങ്ങളിലേക്ക് നാം അങ്ങ് തിരിയുക. നമുക്ക് പല ലക്ഷ്യങ്ങളുണ്ട്, പല പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനുണ്ട്, വീട് ക്ലീൻ ചെയ്യാനുണ്ട്, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്, നമ്മുടെ ജോലിയിൽ ശ്രദ്ധിക്കാനുണ്ട്, ഒരു മാസം കൊണ്ട് എനിക്കൊരു ബുക്ക് വായിച്ച് തീർക്കണം. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ലക്ഷ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങളെയും നമ്മൾ തിരിക്കുമ്പോൾ, ഈ 5 ഇന്ദ്രിയങ്ങളെയും നമ്മുടെ ഈ ലക്ഷ്യത്തിനായി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ദൈവമേ, ഇതുവരെ നമ്മൾ കളഞ്ഞ സമയമൊക്കെ എത്ര വാല്യുബിളാണ്, എത്ര ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ കേൾക്കാനും കാണാനും ഒക്കെ പോയത്. അതൊക്കെ നാം അങ്ങ് നിർത്താൻ തുടങ്ങും. അത്തരം കാര്യങ്ങളിൽ ഫ്യൂച്ചറിലും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വിവേകത്തെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ബുദ്ധി, ഇൻ്റലിജൻസ് സ്ഥിരമായി നിൽക്കാൻ തുടങ്ങും. വളരെ സ്റ്റഡി ആയിരിക്കും, സ്റ്റഡി വിസ്റ്റം, സ്ഥിതപ്രജ്ഞനാകും. അങ്ങനെ ബുദ്ധി സ്ഥിരമായാൽ, ബുദ്ധി വളരെ ചാഞ്ചാട്ടമില്ലാതെ സ്ഥിരമായാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഡിസിഷൻ മേക്കിംഗ് അടിപൊളിയാകും. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും നല്ലപോലെ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സങ്കടം വന്നാലും നഷ്ടം വന്നാലും ലാഭം വന്നാലും നമ്മളതിൽ നിന്നും വീഴാതെ ഇടറിപ്പോകാതെ നമുക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. ബുദ്ധി കൂടുതൽ തെളിയുമ്പോൾ കൂടുതൽ നല്ല അവസരങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ മനസ്സിനെ നമ്മൾ സെൽഫിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തിയിൽ
നമ്മുടെ ആത്മാവിൽ, ആത്മശക്തിയിലാണ് നാം പിടിച്ചു നിർത്തേണ്ടത്. അല്ലാതെ മനസ്സിനെ അതുവഴി ഇതുവഴി നമ്മൾ പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്. മനസ്സിനെ സെൽഫിൻ്റെ കൺട്രോളിലാക്കിയാൽ, മനസ്സിനെ സെൽഫിൻ്റെ നിയന്ത്രണത്തിലാക്കിയാൽ ആത്മാവ് പറയുന്നത് മാത്രമേ പിന്നെ മനസ്സ് ശ്രദ്ധിക്കുകയുള്ളൂ. മനസ്സ് തോന്നിയ വഴിക്ക് പോകത്തില്ല. കാരണം ആത്മാവിൻ്റെ ഒരു പിടുത്തം മനസ്സിലുണ്ടാവും, മനസ്സിനെ കൺട്രോൾ ചെയ്തിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്കൊരു ആമയാകാം. നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ മനസ്സിനെ ആവശ്യമില്ലാത്ത പ്രലോഭനങ്ങളുടെ പുറകെ പോകാൻ അനുവദിക്കാതെ, അപകടം വരുമ്പോൾ ആമ തൻ്റെ അവയവങ്ങളെ ഉൾവലിക്കുന്നത് പോലെ നമുക്കും ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞ് പ്രലോഭനങ്ങളെ മാറ്റിക്കളയാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: നമ്മൾ ഓരോരുത്തരും 5 ഇന്ദ്രിയങ്ങൾക്കും അടിമയാണോ, 4 ഇന്ദ്രിയങ്ങൾക്കാണോ? നമ്മൾ എത്ര ഇന്ദ്രിയങ്ങൾക്കാണ് അടിമയായിരിക്കുന്നത്? അത് കൂടുതൽ വെല്ലുവിളിയായിരിക്കും നമുക്കുണ്ടാക്കുക.